മലങ്കര സഭയിൽ നിന്ന് കാലാകാലങ്ങളിൽ ഭിന്നിച്ചു പോയവർക്കൊക്കെ പരിശുദ്ധ പാത്രിയാർക്കീസും പരിശുദ്ധ കാതോലിക്ക ബാവയും പ്രിയപ്പെട്ടവർ തന്നെയാണ്. എന്നാൽ അവരൊക്കെ കാതോലിക്കയെ വാഴിച്ചാലോ, സ്വയം കാതോലിക്കയായി പ്രഖ്യാപനം നടത്തിയാലോ? സത്യത്തിൽ ഇതൊക്കെ എന്താണ് നടക്കുന്നത്? ഇന്ത്യയിൽ സഭ സ്ഥാപിച്ചത് പരിശുദ്ധ മാർത്തോമാ സ്ലീഹയാണ്. മാർത്തോമാ സ്ലീഹായുടെ പിൻഗാമിയായി അറിയപ്പെടുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പരിശുദ്ധ കാതോലിക്ക ബാവയുമാണ്. അന്ത്യോക്യൻ സഭയുടെ അധിപൻ പരിശുദ്ധ പാത്രിയാർക്കീസും കത്തോലിക്ക സഭയുടെ അധിപൻ പരിശുദ്ധ മാർപ്പാപ്പയും പരിശുദ്ധ പത്രോസ്ലിഹായുടെ പിൻഗാമികളാണ്. മഫ്രിയാനോ എന്നത് അന്ത്യോക്യൻ സുറിയാനി സഭ അധികാര ശ്രേണിയിൽ പാത്രിയാർക്കീസിന്റെ കീഴ്സ്ഥാനിക്ക് നൽകുന്ന പദവിയാണ്. കത്തോലിക്ക സഭയിൽ ആർച്ച് ബിഷപ്പ്, കർദിനാൾ, പോപ്പ് എന്നീ സ്ഥാനങ്ങളാണുള്ളത്. എന്തിന് ഇല്ലാത്ത സ്ഥാനം ഉപയോഗിക്കുന്നു? പരിശുദ്ധ കാതോലിക്കയുടെ കീഴിൽ ഏതാനും പാത്രിയാർക്കീസിനെ വാഴിച്ചാലും ഇപ്പോൾ പലരും മലങ്കര മെത്രാപ്പോലിത്ത എന്ന് ഉപയോഗിക്കുന്നു. വട്ടിപ്പണത്തിന്റെ പലിശ വാങ്ങുന്നത് ആരാണ്? കാതോലിക്ക എന്നത് സ്വതന്ത്ര പരമാധികാര സ്ഥാനമാണ്. എന്നാൽ മഫ്രിയാന ഒരു കീഴ്സ്ഥാനിയുമാണ്. പൗരസ്ത്യ കാതോലിക്കയെ സംബോധന ചെയ്യുമ്പോൾ പരിശുദ്ധ മോറൻ മാർ എന്ന് ചേർത്താണ് പേര് പറയുന്നത്. എന്നാൽ മഫ്രിയാന പാത്രിയാർക്കീസിനെ കീഴ്സ്ഥാനി എന്നതിനാൽ ശ്രേഷ്ഠ എന്നാണ് ഉപയോഗിക്കുന്നത്. അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം ഇനി എന്നാണ് പഠിക്കുന്നത്? വികട യാക്കോബായക്കാർക്ക് എന്തും വിളിച്ചു പോവാം. എന്നാൽ ഇതിന് കേരളം ഭരിക്കുന്ന സർക്കാരും കണ്ണുമടച്ച് പിന്താങ്ങുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. മലങ്കര സഭയുടെ പശ്ചാത്തലവും പാരമ്പര്യവും ഒക്കെ കാണാതെ പഠിച്ചെങ്കിലും അറിഞ്ഞിരിക്കണം ഭരണാധികാരികൾ. അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം, എന്നിട്ട് വേണം പ്രതികരിക്കുവാൻ. ഇനി അതൊന്നുമല്ല, പാർട്ടി ഫണ്ടാണ് പ്രശ്നമെങ്കിൽ അത് ധാരാളം വാങ്ങിച്ചോ. അത് വാങ്ങിച്ചിട്ട് നന്ദി കാണിക്കണം. ആ നന്ദി കാണിക്കുന്നത് മലങ്കര മക്കളുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് വേണം.